അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1291, സൂറത്തു തൗബ 41 മുതൽ 47 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. انفروا خفافا وثقالا وجاهدوا بأموالكم وأنفسكم في سبيل الله ذلكم خير لكم إن كنتم تعلمون. لو كان عرضا قريبا وسفرا قاصدا لاتبعوك ولكن بعدت عليهم الشقة وسيحلفون بالله لو استطعنا لخرجنا معكم يهلكون أنفسهم والله يعلم إنهم لكاذبون. عفى الله عنك لما أذنت لهم حتى يتبين لك الذين صدقوا وتعلم الكاذبين. لا يستأذنك الذين يؤمنون بالله واليوم الآخر أن يجاهدوا بأموالهم وأنفسهم والله عليم بالمتقين. إنما يستأذنك الذين لا يؤمنون بالله واليوم الآخر وارتابت قلوبهم فهم في ريبهم يترددون. ولو أرادوا الخروج لأعدوا له عدة ولكن كره الله بعاثهم فثبطهم وقيل اقعدوا مع القاعدين. لو خرجوا فيكم ما زادوكم إلا خبالا ولأوضعوا خلالكم يبغونكم الفتنة وفيكم سماعون لهم والله عليم بالظالمين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ഇൻഫിറു ഖിഫാഫൻ വസിഖാല, നിങ്ങൾ സൗകര്യമുള്ളവരായ നിലക്കും അതേപോലെ ഞെരുക്കമുള്ളവരായ നിലക്കും, അഥവാ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ ധർമ്മസമരത്തിന് പുറപ്പെടുക. വജാഹിദൂ ബി അംവാലിക്കും വ അൻഫുസിക്കും ഫീ സബീലില്ലാഹ്, നിങ്ങളുടെ സമ്പത്തുകൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും ചെയ്യുക. ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് അറിവുള്ളവരാണെങ്കിൽ. ലൗ കാന അറളൻ ഖരീബ, അടുത്തുള്ള വല്ല നേട്ടങ്ങളും ആയിരുന്നുവെങ്കിൽ. വസഫറൻ ഖാസിദൻ, ചെറിയ യാത്രയുമായിരുന്നുവെങ്കിൽ. ലത്തബഊക, ആ കപടന്മാർ തങ്ങളെ പിന്തുടരുമായിരുന്നു. വലാകിൻ ബഅദത്ത് അലൈഹിമുശ് ശുഖ, പക്ഷെ തബൂക്കിലേക്കുള്ള ദൂരം അവർക്ക് വലിയ അകലം അവർക്ക് വലിയ ദൂരമായി തോന്നി. വസയഹലിഫൂന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് അവർ സത്യം ചെയ്യുകയും ചെയ്യും. ലവിസ്തതഅനാ ലഖറജ്നാ മഅക്കും, ഞങ്ങൾക്ക് യുദ്ധത്തിന് വരാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടേനെ എന്ന് അവർ സത്യം ചെയ്തു പറയും. പക്ഷെ യുഹ്ലികൂന അൻഫുസഹും, അവരുടെ ശരീരത്തെ തന്നെയാണ് നാശത്തിലാക്കുന്നത്. വല്ലാഹു യഅലമു ഇന്നഹും ലകാദിബൂൻ, അവർ നുണ പറയുന്നവർ തന്നെയാണെന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. അഫല്ലാഹു അൻക, തങ്ങളെ തൊട്ട് അള്ളാഹു മാപ്പ് ചെയ്തിരിക്കുന്നു നബിയെ. ലിമ അദിൻത ലഹും, എന്തിനാ തങ്ങൾ അവർക്ക് സമ്മതം കൊടുത്തത് യുദ്ധത്തിന് വരാതിരിക്കാൻ. ഹത്താ യതബയ്യന ലക്കല്ലദീന സദഖു, സത്യം പറയുന്നവരാരാണെന്ന് തങ്ങൾക്ക് വ്യക്തമാകുന്നതുവരെ. വതഅലമൽ കാദിബീൻ, നുണയന്മാരാരാണെന്നും തങ്ങൾക്ക് അറിയുന്നതുവരെ എന്തിന് സമ്മതം കൊടുത്തു. ഏതായാലും സാരമില്ല. ലാ യസ്തഅ്ദിനുക അല്ലദീന യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്ന കൂട്ടർ തങ്ങളോട് സമ്മതം ചോദിക്കില്ല. അയ്യുജാഹിദൂ ബി അംവാലിഹിം വ അൻഫുസിഹിം, അവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും യുദ്ധം ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് വല്ല പഴുതും തരുമെന്ന് അവർ സമ്മതം ചോദിക്കില്ല. കാരണം അവർ യുദ്ധത്തിന് പുറപ്പെടാൻ പറഞ്ഞാൽ അവരെന്ത് ത്യാഗം സഹിച്ചും യുദ്ധത്തിന് പുറപ്പെടുകയാണ് ചെയ്യുക. വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്തന്മാരെ അറിയുന്നവനാണ്. ഇന്നമാ യസ്തഅ്ദിനുക അല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ,
പിന്നെ തങ്ങളോട് സമ്മതം ചോദിക്കുന്നതാരാണ്? അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കാത്ത കൂട്ടരാണ്. വർത്താബത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളാകെ സംശയത്തിലാണ്. ഫഹും ഫീ റൈബിഹിം യതറദ്ദദൂൻ, അവരവരുടെ സംശയത്തിൽ ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തീരുമാനത്തിലും അവർക്ക് എത്താൻ പറ്റാത്ത ആളുകൾ അവരാണ്. തങ്ങൾ യുദ്ധത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി തങ്ങളോട് സമ്മതം ചോദിക്കുന്നവർ. വലൗ അറാദുൽ ഖുറൂജ, അവർ വെറുതെ സമ്മതം ചോദിക്കുകയാണ്. ഒരു പുകമറക്കുക എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ തെളിവ് വലൗ അറാദുൽ ഖുറൂജ, തങ്ങൾ സമ്മതം കൊടുത്തില്ലെങ്കിൽ അവർ പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, സമ്മതം ചോദിക്കുന്നതിന്റെ അർത്ഥം അതല്ലേ, സമ്മതം തന്നില്ലെങ്കിൽ പോണ്ടി വരുമെന്ന, അങ്ങനെ അവർ യുദ്ധത്തിന് പുറപ്പെടേണ്ടി വരുമെന്ന് അവർ തീരുമാനിച്ചിരുന്നുവെങ്കിൽ, ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഅദ്ദുലഹു ഉദ്ദത്തൻ, അതിനുവേണ്ടി അവർ ചില തയ്യാറെടുപ്പുകൾ നടത്തിയേനെ. എന്നാൽ അവർ ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല. വലാകിൻ കരിഹല്ലാഹും ബിആസഹും, ആ കപടന്മാർ മുസ്ലിമീങ്ങളോട് കൂടെ പുറപ്പെടുന്നതിനെ അള്ളാഹു വെറുത്തു. ഫസബ്ബതഹും, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ പിന്തിച്ചു. വഖീല ഖഉദൂ മഅൽ ഖായിദീൻ, ഈ യുദ്ധത്തിന് പോകാതെ ഇരിക്കുന്നവരുടെ കൂടെ നിങ്ങളും ഇരിക്കുക എന്നവരോട് പറയപ്പെടുകയും ചെയ്തു. ലൗ ഖറജൂ ഫീക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അവർ പുറപ്പെട്ടിരുന്നുവെങ്കിൽ മാ സാദൂക്കും ഇല്ലാ ഖബാല, അവർ നിങ്ങൾക്ക് കുഴപ്പങ്ങളെയല്ലാതെ വർദ്ധിപ്പിക്കുമായിരുന്നില്ല. വല ഔളഉ ഖിലാലക്കും, നിങ്ങളുടെ ഇടയിലൂടെ അവർ ധൃതിപ്പെട്ട് നടക്കുമായിരുന്നു. യബ്ഗൂനകുമുൽ ഫിത്ന, നിങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവർ നിങ്ങളുടെ ഇടയിലൂടെ നടക്കുമായിരുന്നു. വഫീക്കും സമ്മാഉന ലഹും, നിങ്ങളെ കൂട്ടത്തിലും അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നവരുണ്ടാവും താനും. വല്ലാഹു അലീമും ബിസ്സാലിമീൻ, അക്രമികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല നന്നായി അറിയുന്നവനാണ് എന്ന് അല്ലാഹു പറഞ്ഞു. തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സൂക്തത്തിൽ അതിന്റെ പശ്ചാത്തലം നമ്മൾ വിശദീകരിച്ചല്ലോ. ആ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെ മനസ്സിലും ആ സമയത്തുള്ളൊരു യുദ്ധം, അതും ഏകദേശം 800 കിലോമീറ്റർ മദീനയിൽ നിന്ന് അകലമുള്ള പ്രദേശം, കടുത്ത ചൂടുള്ള സമയം, കൃഷി വിളവെടുപ്പിന്റെ സമയം, ഈത്തപ്പഴ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വിളവെടുപ്പിന്റെ സമയം. അങ്ങനെ നോക്കുമ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് കാതോർത്തിരിക്കുന്ന സമയത്ത്, അതും വളരെ വളരെ ദൂരെയുള്ള ഒരു പ്രദേശത്തേക്ക് യുദ്ധത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോ പൊതുവെ എല്ലാവരുടെ മനസ്സിലും ചെറിയ പ്രയാസങ്ങളൊക്കെ വന്നു. എന്നാലും പക്ഷേ സഹാബത്ത്, യഥാർത്ഥ വിശ്വാസികൾ, അവർ ആ സംഗതികളെല്ലാം മാറ്റിവെച്ച് അല്ലാഹു തആല അവരോട് യുദ്ധത്തിന് പോകണമെന്ന് നിർബന്ധപൂർവം പറഞ്ഞപ്പോൾ ഇംഫിറൂ ഖിഫാഫൻ, നിങ്ങൾ ലഘുവായ നിലക്കും വസിഖാലൻ, ഭാരമുള്ള നിലക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തുണ്ടാവാം, പുറപ്പെടാൻ വലിയ പ്രയാസം ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതിസന്ധികളൊന്നും ഉണ്ടാവൂല. ചിലപ്പോൾ നിങ്ങൾക്ക് സമ്പത്തുണ്ടാകാം, ചിലപ്പോൾ സമ്പത്ത് ഉണ്ടാവൂല. ചിലപ്പോൾ നിങ്ങൾ വയസ്സന്മാരായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ചെറുപ്പക്കാരായിരിക്കാം. അപ്പോൾ വയസ്സന്മാരാണെങ്കിൽ അല്ലെങ്കിൽ രോഗമുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഭാരമുള്ളവരെന്ന് പറയും. അതിനെപ്പറ്റി അതാണ് ഇവിടെ അല്ലാഹു തആല സിഖാൽ എന്ന് പറഞ്ഞത്. ഇനി അങ്ങനത്തെ തടസ്സങ്ങളൊന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ ലഘുവായ അവസ്ഥയിലുള്ളത്, അതായത് തടസ്സങ്ങളൊന്നുമില്ലാത്ത ഫ്രീ ആയി പോകാൻ പറ്റുന്ന അവസ്ഥ, അതാ ഖിഫാഫൻ, കനം കുറഞ്ഞ അവസ്ഥയിൽ നിങ്ങൾ എന്താണ് യുദ്ധത്തിന് പോകണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് യുദ്ധത്തിന് പോകാൻ അനുകൂലമായ സാഹചര്യമാണെങ്കിലും കൊള്ളാം, പ്രതികൂല സാഹചര്യമാണെങ്കിലും കൊള്ളാം, തബൂക്കിലേക്ക് നിങ്ങൾ പുറപ്പെട്ടേ പറ്റൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കർശനമായി അവരോട് പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ വിഷയം. ഇംഫിറു, നിങ്ങൾ പുറപ്പെടുക യുദ്ധത്തിനു വേണ്ടി. ഖിഫാഫൻ വസിഖാലൻ, നിങ്ങൾ അനുകൂല സാഹചര്യമുള്ളവരായ നിലക്കും പ്രതികൂല സാഹചര്യമുള്ളവരായ നിലക്കും. ആ അനുകൂലവും പ്രതികൂലവും ഒക്കെ എല്ലാ സംഗതികളും കൂട്ടിച്ചേർത്ത് പറയാം. അനുകൂല സാഹചര്യം, നല്ല യുവാവാണ്, അതേപോലെ തന്നെ അവരുടെ കയ്യിൽ യാത്രക്കാവശ്യമായിട്ടുള്ള പണമുണ്ട്, അതുപോലെ ആരോഗ്യസ്ഥിതി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ശൈലിയിലാണുള്ളത്, അതുപോലെ തന്നെ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ എന്തായി, അവൻ വളരെ ഫ്രീ മൈൻഡോടുകൂടെ യുദ്ധത്തിന് പോകാൻ പറ്റുന്ന ആളാവും. ഇനി സിഖാലൻ, പ്രതികൂല സാഹചര്യം, ഉദാഹരണമായിട്ട് തനിക്ക് തീരെ യാത്ര ചെയ്യാൻ വയ്യ, ക്ഷീണുണ്ട്, അല്ലെങ്കിലോ താൻ വയസ്സനായിട്ടുണ്ട്, അല്ലെങ്കിൽ രോഗാതുരമായ സാഹചര്യത്തിലാണുള്ളത്, അല്ലെങ്കിൽ യുദ്ധത്തിന് പോകാൻ തന്റെ കയ്യിൽ സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കോ സുഖമില്ലാത്തത് കൊണ്ട് അവരെ നോക്കാൻ നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകാം. എന്തു സാഹചര്യം ഉണ്ടായാലും ശരി,
തബൂക്കിലേക്കുള്ള പോക്ക് നിങ്ങൾക്ക് അനിവാര്യമാണ്. കാരണം അതൊരു പ്രത്യേക സാഹചര്യമാണ്. നമുക്കറിയാമല്ലോ, മുഴത്തത്ത് യുദ്ധം കഴിഞ്ഞതിനു ശേഷം മുസ്ലിമീങ്ങളെ വരിഞ്ഞു മുറുക്കാൻ, അതേപോലെ തന്നെ അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ പദ്ധതികളും റോമൻ സാമ്രാജ്യം ഒരുക്കി വച്ചിരിക്കുകയാണ്. അവരിങ്ങോട്ട് വന്നൊരു അറ്റാക്ക് നടത്തുന്നതിന് മുമ്പേ അവരുടെ കേന്ദ്രങ്ങളിൽ പോയി അവരുമായി ഒരു പോരാട്ടത്തിന്റെ അവസ്ഥ എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്നു. അതുകൊണ്ട് പ്രതിരോധം തീർക്കുക എന്നത് നമ്മുടെ രാജ്യത്തിന്റെ, അതേപോലെ തന്നെ നാട്ടിന്റെ, നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള സംവിധാനങ്ങളുടെയും അനിവാര്യമായ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, അനുകൂല സാഹചര്യമുള്ളവരും പ്രതികൂല സാഹചര്യമുള്ളവരും എല്ലാവരും യുദ്ധത്തിന് പുറപ്പെടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം ഹളറമി എന്നൊരു പറഞ്ഞത് കാണാം. അല്ലാഹു തആല അങ്ങനെ പറയാൻ കാരണം എന്താ? അന്നനാസൻ കാനു അസായകൂന അഹദും അലീലൻ ഔ കബീറ ഫയഖൂലു ഇന്നി ലാ ആസിൻ. ചിലപ്പോൾ രോഗികളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ പിന്നെ വയസ്സനായിരിക്കും. ഞാൻ ഇപ്പൊ വന്നില്ലെങ്കിലും കുറ്റമൊന്നും കിട്ടുകയല്ലോ എന്നൊരു പക്ഷെ പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അമറല്ലാഹു തആല ബിൻ നഫീരിൽ ആമ്മി മഅ റസൂൽ സ്വല്ലല്ലാഹു വസല്ലമു അലൈഹി ആമ ഗസ്വത്തി തബൂക്ക്. തബൂക്ക് യുദ്ധം നടന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ പുറപ്പെടാൻ പൊതുവായി അല്ലാഹു തആല കൽപ്പന കൊടുത്തു. എല്ലാവരും പുറപ്പെടണം. പിന്നീട് എന്തുണ്ടായിട്ടുണ്ട്? അതിന് മാറ്റം വന്നിട്ടുണ്ട്. രോഗമുള്ള ആളുകൾക്ക് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാമെന്ന് പിന്നെ നിയമം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മുടന്തുള്ള ആളുകൾ, പിന്നെ അവയവങ്ങൾക്ക് ഏതെങ്കിലും പിന്നെ ഡാമേജ് ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊന്നും യുദ്ധത്തിന് പോകേണ്ടയില്ല എന്നുള്ള കൽപ്പനകൾ പിന്നെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ വീട്ടിൽ ഒരു രോഗിയെ സംരക്ഷിക്കാൻ ഒരാൾ നിൽക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾ യുദ്ധത്തിന് പോകണ്ട എന്നുള്ളത് വന്നിട്ടുണ്ട്. സ്വന്തം മാതാവിനോ പിതാവിനോ തന്റെ സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ അവരിലാണ് നിങ്ങളെ ജിഹാദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളോട് പറഞ്ഞത് പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ആദ്യത്തെ ഒരു നിയമമായിട്ട് പറയുകയാണ്. എന്ത്? എല്ലാവരും പുറപ്പെടണമെന്നത്. എന്തിന്? ലിഖിതാലി അഅദാഇല്ലാഹി മിനർ റൂമിൽ കഫറത്തി മിൻ അഹ്ലിൽ കിതാബ്. വേദക്കാരിൽപ്പെട്ട നിഷേധികളായ റോമൻ ശത്രുക്കളുമായി പൊരുതാൻ വേണ്ടിയിട്ട് പുറപ്പെടണം. ആ പുറപ്പെടുന്നിടത്ത് അഹതമാലൽ മുഅ്മിനീന ഫിൽ ഖുറൂജി മഅഹു അലാ കുല്ലി ഹാലിൻ. ഏതു സാഹചര്യത്തിലാണെങ്കിലും പുറപ്പെടണമെന്ന് അല്ലാഹു തആല നിർബന്ധാക്കി വിശ്വാസികൾക്ക്. ഏത് സാഹചര്യം എന്ന് പറഞ്ഞാൽ ഫിൽ മൻശത്തി വൽ മക്റഹി വൽ ഉസ്രി വൽ യുസ്ർ. പിന്നെ ആവേശമുള്ള സമയമാണെങ്കിലും ശരി, പ്രയാസമുള്ള സമയമാണെങ്കിലും ശരി, ദാരിദ്ര്യമുള്ള സമയമാണെങ്കിലും ശരി, ഐശ്വര്യമുള്ള സമയമാണെങ്കിലും ശരി, ഏത് സാഹചര്യത്തിലും പുറപ്പെടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർബന്ധമാക്കി. അതാണ് യുവാക്കളായിട്ടും വയസ്സന്മാരായിട്ടും ഒന്നും, രോഗികളായിട്ടും ആരോഗ്യമുള്ളവരായിട്ടും ഒരു കാരണത്തിലും മാറി നിൽക്കാൻ പറ്റൂല. എല്ലാവരും പുറപ്പെടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി. എന്നിട്ടോ പുറപ്പെട്ടിട്ട് വജാഹിദൂ ബി അംവാലിക്കും അൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നും അല്ലാഹു തആല കൽപ്പിച്ചു. ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് എത്രയോ വയസ്സായ സഹാബിമാര് യുദ്ധമുണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് എന്നെ കൂടി പങ്കെടുപ്പിക്കണമെന്ന് നിർബന്ധം പിടിച്ചത് ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ ഉദ്ധരിക്കുന്നത് കാണാം. ഉദാഹരണമായി ഒരൊറ്റ റിപ്പോർട്ട് ഞാൻ പറയാം. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ബറാഅത്ത് സൂറത്ത് ഈ അധ്യായം പാരായണം ചെയ്തു. അങ്ങനെ ഫഅതാല ഹാദിഹില്ലായ ഇൻഫിറൂ ഖിഫാഫൻ വസിഖാലൻ എന്ന് തുടങ്ങുന്ന അനുകൂല സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യത്തിലും യുദ്ധത്തിന് പുറപ്പെടണമെന്ന് പറയുന്ന ആ സൂക്തമെത്തിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അറാ റബ്ബനാ യസ്തംഫിറുനാ ശുയൂഖൻ വശബാബൻ ജഹിസൂനി യാ ബുനയ്യ. മക്കളെ, നിങ്ങളേക്ക് യുദ്ധത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി എന്നെ ഒന്ന് തയ്യാറാക്കണം. കാരണം വയസ്സന്മാരും യുവാക്കളും ഒക്കെ യുദ്ധത്തിന് പുറപ്പെടുമെന്ന് അല്ലാഹു തആല പറഞ്ഞതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്ന്. അപ്പൊ ഫഖാല ബനൂഹു, മക്കൾ പറഞ്ഞു, യർഹമുക്കല്ലാഹ്, ഉപ്പ നിങ്ങൾ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അത് ഗസൗതമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താമാത്ത്, മുത്തനബി വഫാത്താകുന്നത് വരെ എല്ലാ യുദ്ധത്തിലും തങ്ങളൊപ്പങ്ങൾ ഉണ്ടായിരുന്നു. ഒമാ അബീബക്കറിന് ഹത്താമാത്ത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയും അവർ വഫാത്താവുന്നത് വരെ നിങ്ങൾ ഉണ്ടായിരുന്നു. ഒമാ ഉമറ ഹത്താമാത്ത്, ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താവുന്നത് വരെയും യുദ്ധത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് വയസ്സായി, വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫനഹനു നഖ്സു അൻക, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഞങ്ങളിപ്പോ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് പോരണ്ടെന്ന് പറഞ്ഞപ്പോ ഫാബാ, മഹാനവറുകൾ വിസമ്മതിച്ചു. അല്ലല്ല, ഏതു സാഹചര്യത്തിലും പുറപ്പെടണമെന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ഫറക്കിബൽ ബഹറ ഫമാത്, യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മഹാനവറുകൾ വഫാത്തായി. അങ്ങനെ അവരെ മറവ് ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനം 9 ദിവസം കഴിഞ്ഞിട്ടാണ് മക്കൾക്ക് ലഭിച്ചത്. അങ്ങനെ ആ 9 ദിവസം
ഈ മയ്യിത്ത് കൂടെ കൊണ്ടു നടന്നിട്ടും ഫലം എത്തകയ്യർ, ആ മയ്യത്തിന് യാതൊരു പകർച്ചയും വന്നിരുന്നില്ല. ഫദഫനൂഹു ബിഹാ, 9 ദിവസം കഴിഞ്ഞിട്ട് അനുകൂലമായ സാഹചര്യം കിട്ടിയിടത്ത് അവർ മയ്യിത്ത് മറവ് ചെയ്തു എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. എന്ത്, ഏതു സാഹചര്യത്തിലും യുദ്ധത്തിന് പുറപ്പെടണമെന്ന്. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടം നടത്തണം. എന്നാൽ പിന്നീട് എന്ത് ചെയ്തു? ലീസാലൽ ദുഅഫാഇ വലാലൽ മർള വലാലല്ലദീന ലാ യജിദൂന മാ യുൻഫിഖൂന ഹർജുൻ ഇദാ നസഹു ലില്ലാഹി വറസൂലിഹി എന്നൊക്കെ ഇനി സൂറത്ത് തൗബയിൽ തന്നെ പിന്നീട് വരുന്നുണ്ട്. ആ ആയത്തുകളിലൂടെ അള്ളാഹു തആല നിയമത്തിൽ ചില മാറ്റങ്ങൾ പിന്നീട് വരുത്തിയിട്ടുണ്ട് എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. ഏതായാലും ശരി, യുദ്ധത്തിന് പുറപ്പെടാൻ പറഞ്ഞപ്പോൾ കുറെ ആളുകൾ, കപടന്മാര് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള, എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങി. അതിനെക്കുറിച്ച് അള്ളാഹ് പറയാണ്, ലൗകാന അറളൻ ഖരീബൻ, അടുത്തന്നുള്ള വല്ല നേട്ടവും ആയിരുന്നുവെങ്കിൽ. അടുത്തന്നുള്ള നേട്ടച്ചാൽ അടുത്തൊരു യുദ്ധം ഉണ്ടാവുക, ആ യുദ്ധത്തിൽ ഗനീമത്ത് സ്വത്ത് കിട്ടാനൊക്കെ സാഹചര്യം ഉണ്ടെന്ന് വന്നിരുന്നുവെങ്കിൽ, സഫറൻ ഖാസിദൻ, വിഷമം കുറഞ്ഞ യാത്രയുമായിരുന്നുവെങ്കിൽ. ഇതിപ്പോ തബൂക്കറിന് കുറെ ദൂരെയാണ്, അതുകൊണ്ട് യാത്ര നല്ലോണം ബുദ്ധിമുട്ടി യാത്ര ചെയ്യണം. ഇനി ഗനീമത്ത് സ്വത്ത് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ ഈ കഷ്ടപ്പെട്ടതിന്റെ ആ മൂല്യത്തിന് തികയില്ല, അതുകൊണ്ട് പോണില്ലാതെ മുനാഫിക്കുകൾ, കപടന്മാര് തീരുമാനിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, സഫറൻ ഖാസിദൻ, ചെറിയ യാത്രയുമായിരുന്നുവെങ്കിൽ അത്തബഅൂക, ആ കപടന്മാർ തങ്ങളെ പിന്തുടരുമായിരുന്നു. കാരണം എന്താ, ഇസ്ലാമിനെ സ്നേഹിച്ചിട്ടും യുദ്ധം ചെയ്യാനൊന്നല്ല, മറിച്ച് ഈ ഗനീമത്ത് സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ വരുമായിരുന്നു. പക്ഷെ വലാക്കിൻ ബൗദത്ത് അലൈഹിമു ശുഖ, അവരുടെ മേലിൽ ഈ തബൂക്കിലേക്കുള്ള, ഷാമിലേക്കുള്ള വഴി അത് ദൂരമുള്ളതായി തോന്നി അവർക്ക്. അതായത് ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് സ്ട്രെയിൻ എടുത്തിട്ട് അതിന് മാത്രമുള്ള നേട്ടം നമുക്ക് കിട്ടാൻ പോണില്ല എന്നവർ ചിന്തിച്ചു. എന്നിട്ടോ അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു. വസയഹലിഫൂന ബില്ലാഹ്, എന്നിട്ട് അവർ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യും, ആണയിട്ട് പറയും, ലബിസ്തതഅനാ ലഖറജ്നാ മഅകും, ഞങ്ങൾക്ക് വയ്യാത്തോണ്ടാണ്, സാധിക്കാത്തോണ്ടാണ്, സാധിക്കുമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ വന്നേനെ ജനങ്ങളെ എന്നവർ പറയും. യുഹ്ലികൂന അൻഫുസഹും, എന്നാൽ ഒരു കുഴപ്പമുണ്ടായിട്ടല്ല, അവര് അധ്വാനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ പോവില്ല എന്ന കുരുട്ടു ചിന്തയുടെ പേരിൽ മാത്രമാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യുഹ്ലികൂന അൻഫുസഹും, അവരെ തന്നെയാണ് നാശത്തിലേക്ക് എത്തിക്കുന്നത്. അതായത് ഇങ്ങനെ കള്ളം പറഞ്ഞ് അള്ളാഹുവിനോടുള്ള കൽപ്പനയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക് അർഹമായത് അള്ളാഹു തആല കൊടുക്കുക തന്നെ ചെയ്യുമെന്നർത്ഥം. വല്ലാഹു യഅലമു ഇന്നഹും ലകാദിബൂൻ, അവർ നുണ പറയുന്നവർ തന്നെയാണെന്ന് അള്ളാഹുവിനറിയാം. അതായത് അവർക്ക് തടസ്സങ്ങളൊന്നുമില്ല, മറിച്ച് അധ്വാനിക്കാനാവില്ല എന്ന ആ കുരുട്ടു ചിന്ത മാത്രമാണ് അവർക്കുള്ളത്. അഫല്ലാഹു അൻക, തങ്ങളെ തൊട്ട് അള്ളാഹു മാപ്പ് ചെയ്തിരിക്കുന്നു നബിയെ. ലിമ അദിൻതലഹും, എന്തിനാണ് തങ്ങൾ അവർക്ക് സമ്മതം കൊടുത്തത്? അതായത് തബൂക്ക് യുദ്ധത്തിന്റെ സമയം വന്നപ്പോ ഇങ്ങനെ യുദ്ധത്തിന് പുറപ്പെടാൻ അള്ളാഹുവിന്റെ റസൂല് നിർദ്ദേശിച്ചു. അപ്പൊ അങ്ങനെ കുറെ കപടന്മാര് വന്നിട്ട് നബി തങ്ങളോട് സമ്മതം ചോദിക്കാൻ, നബിയെ എനിക്ക് വലിയ പ്രയാസമുണ്ട്, പോരാൻ കഴിയൂല, ഒന്നുകിൽ എനിക്ക് തീരെ സുഖമല്ല, അല്ലെങ്കിൽ എനിക്ക് വീട്ടിലാരുമില്ല, അങ്ങനെ തുടങ്ങിയിട്ട് പല കാരണങ്ങളും പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ സമ്മതം ചോദിക്കുന്നു ഇവര്. ആ സമ്മതം ചോദിച്ചവർക്കൊക്കെ റസൂലുള്ളാഹി നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞ് സമ്മതം കൊടുത്തു. അതിനെപ്പറ്റി സമ്മതം കൊടുക്കരുതെന്ന് നേരത്തെ എന്തില്ല, ഒരു വിലക്ക് റസൂലുള്ളാഹിക്ക് വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ സമ്മതം കൊടുത്തത് തെറ്റൊന്നുമല്ല. പക്ഷെ എന്നാലും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഏറ്റവും നല്ല റൂട്ട് എന്തായിരുന്നു, സമ്മതം തരില്ല എന്ന് പറയായിരുന്നു വേണ്ടത്. എന്നാൽ ഇവരുടെ ഉള്ളുകള്ളി, അതേപോലെ തന്നെ ഇവരുടെ അവർ മറച്ചു വെച്ചിട്ടുള്ള ഒരു ഹിഡൻ അജണ്ട, അത് പുറത്താക്കാമായിരുന്നു. ആ ചാൻസ് നഷ്ടപ്പെട്ടു എന്നതിന്റെ പേരിൽ മാത്രമാണ് എന്ത് പറയണത്, അഫല്ലാഹു അൻക, തങ്ങളെ തുടർന്ന് മാപ്പ് ചെയ്തു എന്ന് പറയണത്. തങ്ങൾ എന്തോ കാര്യമായ അപരാധം ചെയ്തു എന്ന അർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കുന്നത് റോങ്ങാണ് എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ലിമ അദിൻതലഹും, എന്തിനാ തങ്ങൾ അവർക്ക് സമ്മതം കൊടുത്തത്? ഹത്താ യതബയ്യന ലക്കല്ലദീന സദഖൂ വതഅലമൽ കാദിബീൻ, സത്യം പറയുന്നവരാരാണെന്നും നുണയന്മാരാരാണെന്നും തങ്ങൾക്ക് തിരിയുന്നത് വരെ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇവർക്ക് തങ്ങൾ സമ്മതം കൊടുത്തില്ലെങ്കിലും അവരെന്തില്ല, യുദ്ധത്തിന് വരില്ല. നിങ്ങൾ യുദ്ധത്തിന് വന്നേ പറ്റൂ, സമ്മതം തരില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞാലും അവർ വരൂലായിരുന്നു. അപ്പൊ സമ്മതം തരൂല എന്ന് പറഞ്ഞാലും അവർ വരാതിരിക്കുമ്പോ മനസ്സിലാവുമല്ലോ ഇവര് സമ്മതം ചോദിച്ചത് എന്തിനല്ല, സമ്മതം കിട്ടിയില്ലെങ്കിൽ വരാൻ വേണ്ടിയിട്ടൊന്നുമല്ല, മറിച്ച് തൽക്കാലം അവിടെ തങ്ങളെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കുതന്ത്രം നടത്തിയതാണെന്ന് മനസ്സിലാവുമല്ലോ. ആ മനസ്സിലാക്കാനുള്ള, അവരെ തിരിച്ചറിയാനുള്ള, അവരുടെ പുറംപൂച്ച് പുറത്ത് ചാടിക്കാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെട്ടു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് അള്ളാഹു പറയാണ്, ലാ യസ്തഅ്ദിനുക്കല്ലദീന യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്ന ആൾക്കാർ തങ്ങളോട് സമ്മതം ചോദിക്കില്ല. എന്തിന്? അയ്യുജാഹിദു ബി അംവാലിഹിം അൻഫുസിഹിം, അവരുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും യുദ്ധം ചെയ്യാതിരിക്കാൻ, ഞങ്ങൾക്ക് യുദ്ധത്തിന് വരുന്നതിൽ നിന്ന് ഒഴിവ് തരണമെന്ന് അവരൊരിക്കലും പറയില്ല.
മറിച്ച് അവരേത് പ്രതിസന്ധി ഘട്ടമുണ്ടെങ്കിലും നേരത്തെ നമ്മൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞതുപോലെ അവർ യുദ്ധത്തിന് പോകുന്നത് പുണ്യമാണെന്നും അതിന് ത്യാഗം സഹിക്കുന്നത് ഞങ്ങൾക്ക് നന്മയാണെന്നും മനസ്സിലാക്കി അവർ വരും. വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ. ആരാണ് ഭക്തന്മാരെന്ന് അള്ളാഹുവിനറിയാം. ഈ സമ്മതം ചോദിക്കുന്ന കപടന്മാരാണെന്ന് അള്ളാഹു തആല പ്രഖ്യാപിക്കുകയാണ് ഇവിടെ എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നമാ യസ്തഅ്ദിനുക്കല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹിനെ കൊണ്ടും അന്ത്യനാളുകൊണ്ടും വിശ്വസിക്കാത്തവരാണ് ഈ സമ്മതം ചോദിക്കുന്നവർ. വർത്താബത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ സംശയാലുക്കളായിരിക്കുന്നു. അതായത് ഈ യുദ്ധത്തിലൊക്കെ പോയിട്ട് വല്ല കാര്യമുണ്ടോ, ഇത് വിജയിക്കുമോ, ഇങ്ങനത്തെ കാര്യത്തിലൊന്നും, അതേപോലെ ഇസ്ലാം ശരിയാണോ, ഇതൊന്നും ഇവർക്ക് ഉറപ്പില്ല. ഫഹും ഫീ റൈബിഹിം യതറദ്ദദൂൻ. അവരവരുടെ സംശയങ്ങൾ ഇങ്ങനെ ആ സംശയങ്ങളിൽ ആടിക്കളിക്കുന്നവരാണ്. അതായത് ഒരു കാലം മുന്നോട്ട് വെക്കും യുദ്ധത്തിന് പോകാൻ, അടുത്ത കാലം പുറകോട്ട് വെക്കും. അങ്ങനെ ഒന്നിലൊരു ഉറപ്പില്ലാത്ത കൗമാണിവര്. അതുകൊണ്ട് തന്നെ ഇവര് സമ്മതം ചോദിക്കുന്നത് തൽക്കാലം തങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കുതന്ത്രം മാത്രമാണ്. കാരണം എന്താ, വലു അറാദുൽ ഖുറൂജ്, അവർ പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ഇപ്പൊ തങ്ങളോട് സമ്മതം ചോദിച്ചു, തങ്ങൾ സമ്മതം കൊടുത്തില്ല. സമ്മതം കൊടുത്തില്ലെങ്കിൽ വാസ്തവത്തിൽ ഈ ചോദിച്ചതിന്റെ സ്പിരിറ്റ് എന്താവണം, സമ്മതം കിട്ടിയില്ല അതുകൊണ്ട് പോന്നേ പറ്റൂന്നാവണം. അങ്ങനെ പോരേണ്ടി വന്നാലോ എന്നുള്ള നിലക്ക് വല്ല ഒരുക്കോ നടത്തിയിട്ടുണ്ടോ യുദ്ധത്തിന് വേണ്ടിയില്ല. അതാ വലു അറാദുൽ ഖുറൂജ്, അവർ പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, സമ്മതം കിട്ടിയില്ലെങ്കിൽ തങ്ങളെ കൂടെ പോകുമെന്നവർ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ലഅദ്ദു ലഹു ഉദ്ദതൻ, യുദ്ധത്തിനു വേണ്ടി അവർ ചില തയ്യാറെടുപ്പുകൾ നടത്തുമായിരുന്നു. പക്ഷെ ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല. വലാകിൻ കരിഹല്ലാഹും ബിഅസഹും, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് സമ്മതം കൊടുത്തതിന്റെ യഥാർത്ഥ കാരണം എന്താ, വലാകിൻ പക്ഷേ കരിഹല്ലാഹും ബിഅസഹും, അവര് നബിതങ്ങളുടെ കൂടെ സഹാബത്തിന്റെ കൂടെ പുറപ്പെടുന്നതിന് അള്ളാഹു വെറുത്തു. ഇവറ്റങ്ങൾ കൂടെ വേണ്ടെന്ന് അള്ളാഹു തീരുമാനിച്ചു. ഫസബ്ബതഹും, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ യുദ്ധത്തിന് പുറപ്പെടുന്നതിൽ നിന്ന് പിന്തിച്ചു. വഖീല ഖഉദൂ മഅൽ ഖാഇദീൻ, യുദ്ധത്തിന് വരാതിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇരുന്നോളൂ എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്തു. അതായത് ഇവർ യുദ്ധത്തിന് വരുന്നതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, മറിച്ച് കുറെ കുഴപ്പങ്ങൾ ഉണ്ടേനും. എന്താ കുഴപ്പം, ലൗ ഖറജൂ ഫീക്കും, അവർ നിങ്ങളെ കൂട്ടത്തിൽ പുറപ്പെട്ടിരുന്നുവെങ്കിൽ മാ സാദൂക്കും ഇല്ലാ ഖബാല, നിങ്ങൾക്ക് കുഴപ്പങ്ങളല്ലാതെ അവർ വർദ്ധിപ്പിക്കൂല. അതായത് മുസ്ലിമീങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കി, അസ്വസ്ഥതകൾ ഉണ്ടാക്കി, അവർക്കിടയിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പല പരിപാടികളും അവർ ആലോചിക്കും. പല ഔലൗ ഖിലാലക്കും, നിങ്ങളുടെ ഇടയിലൂടെ അവർ ധൃതിപ്പെട്ട് നടക്കുമായിരുന്നു. യബ്ഗൂനകുമുൽ ഫിത്നത, നിങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് എങ്ങനെങ്കിലും നിങ്ങളുടെ ഇടയിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ വല്ല വഴിയുണ്ടോന്നായിരിക്കും ഓല് ചിന്തിക്കുക. വഫീക്കും സമ്മാഊന ലഹും, ഞങ്ങളെ കൂടെ തന്നെ ഓല് പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണ ചിലരുണ്ടേനും, അല്ലെ? അങ്ങനെയുള്ള ചില ശുദ്ധാത്മാക്കള് ആര് പറഞ്ഞാലും ഓൻ പറയണേലും കുറച്ചൊക്കെ കാര്യമുണ്ട് എന്ന് പറയണേ. അങ്ങനെ സംഗതിയുടെ കിടപ്പ് മനസ്സിലാകാത്ത, കള്ളന്മാരെ തിരിച്ചറിയാത്ത, കള്ളനാണയങ്ങളെ കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്യാൻ സാധിക്കാത്ത ചില സാധുക്കൾ ഉണ്ടാകും. ആ സാധുക്കളോട് ഇവർ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുതന്ത്രങ്ങൾ പറഞ്ഞു പരത്തിയാൽ ആ യുദ്ധത്തിൽ വന്ന ആ സാധുക്കളെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇട്ട് കൊടുക്കാൻ അവർക്ക് സാധിക്കും. അപ്പൊ അതാണ് വഫീക്കും സമ്മാഊന ലഹും, നിങ്ങളെ കൂട്ടത്തിൽ അവരെ ശ്രദ്ധിച്ച് കേൾക്കുന്നവർ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു അലീമും ബിസ്സാലിമീൻ, അക്രമികളെ അള്ളാഹു നന്നായി അറിയും. അതുകൊണ്ട് ഈ അക്രമികൾ യുദ്ധത്തിന് വരാത്തത് മുസ്ലിമീങ്ങൾക്ക് നേട്ടമാണ് എന്ന് അള്ളാഹു പറഞ്ഞു. അള്ളാഹു നമ്മളെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.